ഉടനെ തന്നെ ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമെന്നത് നാം എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. 1948 രൂപം കൊണ്ട ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളും അവരെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും റഷ്യ, ചൈന, അമേരിക്ക, ഇന്ത്യ തുടങ്ങിയ മറ്റ് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ആ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് ചിലർ ചിന്തിക്കുന്നു. എന്നാൽ അതിനൊരു സാധ്യതയുണ്ടോ എന്നത് നമുക്ക് പരിശോധിക്കാം. നാമിപ്പോൾ ആയിരിക്കുന്നത് വെളിപാട് 20 പറഞ്ഞിരിക്കുന്ന സാത്താന് അനുവദിക്കപ്പെട്ട ചെറിയ കാലത്തിലാണെന്ന് മുൻപത്തെ വീഡിയോകളിൽ കണ്ടതാണ്. സാത്താന്റെ ഈ ചെറിയ കാലം അവസാനിക്കുന്നത് വലിയൊരു യുദ്ധത്തോടു കൂടിയാണെന്ന സത്യം വെളിപാടിൽ നാം വായിക്കുന്നു. ഈ യുദ്ധം ഗോഗ് മഗോഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1000 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗോഗ് മഗോഗ് യുദ്ധമുണ്ടാവുകയും ദൈവം അവരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ആ നിർണായക യുദ്ധത്തെപ്പറ്റി വെളിപാട് 19 എസെക്കിയേൽ 39 പറഞ്ഞിട്ടുണ്ട്. ആ യുദ്ധത്തിന് ശേഷം യാഹുഷ തന്റെ രാജ്യം ഭൂമിയുടെ മധ്യത്തിൽ സ്ഥാപിക്കുകയും അവിടെയുള്ള വിശുദ്ധർ മരണമില്ലാതെ ഇപ്പോഴും അവിടെ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താന് ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവന് പുറത്തുവരും. ഗോഗ്, മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവന് ഒന്നിച്ചുകൂട്ടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളമായിരിക്കും. അവര് ഭൂതലത്തിൽ കയറി വന്നു വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. ഭൂമിയുടെ ആകൃതി എന്നത് ഒരു പന്ത് പോലെ അല്ലെന്നുള്ള കാര്യം നാം ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഭൂമിയുടെ 4 കോണിലുമുള്ള ജനങ്ങളെ വഴിതെറ്റിച്ച സാത്താൻ അവരെയെല്ലാം ഒന്നിച്ചു ചേർത്ത് ഭൂതലത്തിൽ അഥവാ ഭൂമിയുടെ നടുവിലേക്കു കയറി ചെന്ന് വിശുദ്ധരുടെ പട്ടണം വളയുന്നതായി നമ്മൾ ഇവിടെ വായിക്കുന്നു. ഉടനെ തന്നെ നടക്കാനുള്ള ഈ 3ാം ലോകമഹായുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന അവസാന യുദ്ധം എവിടെ നടക്കുമെന്ന് പത്രമാധ്യമങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം. കാലാവസ്ഥ വ്യതിയാനം മൂലം ഭൂമിയുടെ നടുവിലെ അഥവാ ഉത്തരധ്രുവത്തിലെ മഞ്ഞ് ഉരുകി മാറുന്നുവെന്നും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടവും മറ്റു വിലപിടിപ്പുള്ള ധാതുക്കളും കൈപ്പിടിയിൽ ഒതുക്കുവാനായി എല്ലാ രാജ്യങ്ങളും തമ്മിൽ മത്സരിച്ച് ഉത്തരധ്രുവം ഉടനെ തന്നെ വളയുമെന്നും ഇവർ സമ്മതിക്കുന്നു. ഇനി വെളിപാട് 20 പറഞ്ഞിരിക്കുന്ന ഈ അവസാന യുദ്ധത്തെപ്പറ്റി എസെക്കിയേൽ 38 വിശദമായി തന്നെ പറഞ്ഞിരിക്കുന്നു. യാഹ്വ എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, മാഗോഗ് ദേശത്തെ ഗോഗിനെതിരെ, മേശെക്, തൂബാല് എന്നിവിടങ്ങളിലെ പ്രധാന നാടുവാഴിക്കെതിരെ മുഖം തിരിച്ചു പ്രവചിക്കുക. ദൈവമായി യാഹ്വ അരുളിച്ചെയ്യുന്നു, മേശെക്കിലെയും തൂബാലിലെയും അധിപതിയായ ഗോഗേ, ഞാന് നിനക്കെതിരാണ്. ഞാന് നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായില് കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും. നിന്റെ കുതിരകളെയും സർവായുധധാരികളായ കുതിരച്ചേവകരെയും കവചവും പരിചയും വാളും ഏന്തിയ വലിയ സൈന്യ സമൂഹത്തെയും പുറത്തു കൊണ്ടുവരും. പേർഷ്യക്കാരും കുശ്യരും പുത്യരും പരിചയും പടത്തൊപ്പിയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും. ഗോമെറും അവിടത്തെ സേനാവിഭാഗങ്ങളും വടക്കേ അറ്റത്തുള്ള ബേദ് തോഗർമായും അതിന്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നീയും നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കുക. എന്റെ ആജ്ഞ കാത്തിരിക്കുക. 1000 വർഷം മുന്നേ നടന്ന നിർണായക യുദ്ധത്തിൽ പങ്കെടുക്കുവാനായി പുറപ്പെടുകയും എന്നാൽ വഴി തെറ്റിക്കപ്പെട്ടു മഗോഗ് പ്രദേശത്ത് താമസമാക്കേണ്ടി വന്ന ഗോഗിന്റെ കൂടെ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും കൂടാതെ സാധാരണക്കാരായ ജനങ്ങളും അവസാന യുദ്ധത്തിനായി ഒന്നു ചേർന്ന് അണിനിരക്കുമെന്നു ഇവിടെ പറയുന്നു. ഏറെ നാള് കഴിഞ്ഞ് നിന്നെ വിളിക്കും. വാളിൽ നിന്നു വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനതകളിൽ നിന്നു കൂട്ടിച്ചേർത്ത വളരെപ്പേരുള്ള ദേശത്തേക്ക്, വളരെക്കാലം ശൂന്യമായി കിടന്ന ഇസ്രായേല് മലകളിലേക്ക് അന്നു നീ മുന്നേറും. വിവിധ ജനതകളിൽ നിന്നു സമാഹരിക്കപ്പെട്ടവരാണ് അവിടുത്തെ ജനം. അവർ ഇന്നു സുരക്ഷിതരായി കഴിയുന്നു. 3ാം ലോക മഹായുദ്ധത്തിനു പോകുന്നവർ വളയുന്ന വിശുദ്ധന്മാരുടെ പട്ടണത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോഹയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിനു ശേഷം വളരെക്കാലമായി ശൂന്യമായി കിടന്നിരുന്ന ദൈവത്തിന്റെ മഹാപർവ്വതമായ സീനായി മലയുടെ ചുറ്റുമായി കിടക്കുന്ന തേനും പാലും ഒഴുകുന്ന യഥാർത്ഥ ഇസ്രായേൽ പ്രദേശങ്ങളിലേക്കാണ് ലോകരാജ്യങ്ങൾ മുന്നേറുന്നത്. അവിടെയുള്ള ജനങ്ങൾ മനുഷ്യപുത്രന്റെ 2ാം വരവിൽ വിവിധ ജനതകളിൽ നിന്ന് എടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭയാണ്. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റുപോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും. ദൈവമായ യാഹ്വ അരുളിച്ചെയ്യുന്നു, ആ സമയത്തു ചില ചിന്തകൾ നിന്റെ മനസ്സിൽ പൊന്തിവരും. ദുഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും. നീ പറയും, കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാന് ചെല്ലും. മതിലുകളോ വാതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാതെ തന്നെ സുരക്ഷിതരായി സമാധാനത്തിൽ കഴിയുന്ന ജനത്തിനെതിരെ ഞാന് ചെല്ലും. വസ്തുക്കള് കൊള്ള ചെയ്തു കൊണ്ടുപോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്നു ശേഖരിക്കപ്പെട്ട് ഭൂമിയുടെ മധ്യത്തില് കന്നുകാലികളും വസ്തുവകകളുമായി താമസിക്കുന്നവരുടെയും ഒരിക്കല് ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിന്റെയും മേല് കൈവയ്ക്കാനും നീ ആലോചിക്കും. സ്വർഗരാജ്യത്തിൽ ആരെയും ഭയക്കാതെ മതിലുകളില്ലാത്ത ഗ്രാമങ്ങളിൽ കന്നുകാലികളും മറ്റുമായി നിർഭയം വസിക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് അഥവാ ഉത്തരധ്രുവത്തിലേക്കാണ് വസ്തുവകകൾ കൊള്ള ചെയ്തു കൊണ്ടുപോകുവാനും ആ ദേശം കൈക്കലാക്കുവാനുമായി റഷ്യ, ചൈന, അമേരിക്ക, ഇന്ത്യ, 1948 വ്യാജ ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ തുടങ്ങി എല്ലാവരും അണിനിരക്കുന്നത്. ഷേബായും ദദാനും താർഷീഷിലെ വ്യാപാരികളും അവിടുത്തെ യുവസിംഹങ്ങളും നിന്നോട് ചോദിക്കും, വസ്തുവകകൾ കൊള്ളയടിക്കാനാണോ നീ വന്നിരിക്കുന്നത്?
ചരക്കുകളും കന്നുകാലികളും സ്വർണവും വെള്ളിയും കവർച്ച ചെയ്തു കൊണ്ടുപോകാനാണോ വലിയ സൈന്യത്തെ നീ സമാഹരിച്ചിരിക്കുന്നത്? മനുഷ്യപുത്ര, ഗോഗിനോട് പ്രവചിക്കുക, ദൈവമായ യാഹുവ അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേല് സുരക്ഷിതമായി വസിക്കുന്ന ദിനത്തില് നീ പുറപ്പെടുകയില്ലേ? നീയും നിന്നോടൊപ്പമുള്ള വിവിധ ജനതകളും കുതിരപ്പുറത്തേറി വടക്കേ അറ്റത്തേക്ക് നിന്റെ ദേശത്തു നിന്ന് ശക്തമായ ഒരു മഹാസൈന്യവുമായി എത്തിച്ചേരും. ഭൂമി മറയ്ക്കുന്ന മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നുവരും. ഗോഗേ, എന്റെ പരിശുദ്ധി ഞാൻ ജനതകളുടെ മുമ്പിൽ നിന്നിലൂടെ വെളിപ്പെടുത്തും. അതുവഴി അവര് എന്നെ അറിയേണ്ടതിന് ആ നാളുകളില് എന്റെ ദേശത്തിനെതിരെ നിന്നെ ഞാന് കൊണ്ടുവരും. ദൈവമായ യാഹുവ അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിനെതിരെ ഞാന് കൊണ്ടുവരുമെന്ന് മുൻകാലങ്ങളില് വർഷങ്ങളോളം പ്രവചിച്ചിട്ടുള്ള എന്റെ ദാസരായ ഇസ്രായേല് പ്രവാചകന്മാരിലൂടെ പഴയകാലങ്ങളില് ഞാന് പറഞ്ഞിട്ടുള്ളത് നിന്നെപ്പറ്റിയായിരുന്നില്ലേ? ദൈവമായ യാഹുവ അരുളിച്ചെയ്യുന്നു, ഗോഗ്, ഇസ്രായേല് ദേശത്തിനെതിരെ വരുന്ന ദിവസം എന്റെ മുഖം ക്രോധത്താല് ജ്വലിക്കും. എന്റെ അസൂയയിലും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാന് പ്രഖ്യാപിക്കുന്നു, ആ നാളിലെ ഇസ്രായേലില് ഒരു മഹാപ്രകമ്പനം ഉണ്ടാകും. കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവകളും വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എന്റെ മുമ്പില് വിറകൊള്ളും. പർവ്വതങ്ങള് തകർന്നടിയും, ചെങ്കുത്തായ മലകള് ഇടിഞ്ഞു വീഴും, എല്ലാ മതിലുകളും നിലംപതിക്കും. ദൈവമായ യാഹുവ അരുളിച്ചെയ്യുന്നു, ഗോഗിനെതിരെ എല്ലാത്തരം ഭീകരതയും ഞാന് വിളിച്ചുവരുത്തും. എല്ലാവരുടെയും വാള് തങ്ങളുടെ സഹോദരനെതിരെ ഉയരും. പകർച്ചവ്യാധികളും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാന് വിധിക്കും. ഞാന് അവന്റെയും അവന്റെ സൈന്യത്തിന്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും മേല് പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും. അങ്ങനെ അനേകം ജനതകളുടെ മുമ്പില് ഞാന് എന്നെത്തന്നെ വെളിപ്പെടുത്തുകയും എന്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചുകൊടുക്കുകയും ചെയ്യും. ഞാനാണ് യാഹുവ എന്ന് അപ്പോൾ അവരറിയും. ഭൂമിയുടെ നടുവിൽ ഉണ്ടാക്കുന്ന ഭൂകമ്പത്തോടെ ഭൂമിയിൽ മുഴുവനുമുള്ള എല്ലാ മതിലുകളും തകർന്നടിയുമെന്നും സ്വർഗത്തിൽ നിന്ന് തീരങ്ങി അവസാന യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ നശിക്കുമെന്നും നാം മനസ്സിലാക്കി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നിവർഷമുണ്ടായി അവർ ഭസ്മീകരിക്കപ്പെടും. അവരെ വശീകരിച്ച പിശാചിനെ മൃഗവും വ്യാജപ്രവാചകനും കിടക്കുന്ന എരിയുന്ന ഗന്ധകപൊയ്കയിലേക്ക് എറിഞ്ഞുകളയും. അവർ രാപകൽ എന്നേക്കും ദണ്ഡിപ്പിക്കപ്പെടും. അതിനുശേഷം നടക്കുന്നത് പ്രവർത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധിയാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ആയതിനാൽ യാഹുഷയിൽ വിശ്വസിച്ചും നല്ല പ്രവൃത്തികൾ ചെയ്തും ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കുക. സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുവാനായി കാത്തിരിക്കുക. ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയില് ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്കു പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാമെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പില് വരണം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങളെ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങള് നേടിയെടുത്തല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാന് കഴിയുമോ? പ്രവൃത്തികള് കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. മൂഢനായ മനുഷ്യ, പ്രവൃത്തികള് കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.